ഇന്നത്തെ വീഡിയോ 9ാം ക്ലാസ്സിലെ ഫിസിക്സിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ റിഫ്രാക്ഷൻ ഓഫ് ലൈറ്റ്, പ്രകാശത്തിൻ്റെ അപവർത്തനം. ഈ ചാപ്റ്ററിലെ ടെക്സ്റ്റ് ബുക്കിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. 24-25 പേജിലെ ലെറ്റസസിലെ ലാസ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യുന്നത്. ഇതിൽ 7 വരെയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ കഴിഞ്ഞ വീഡിയോ ചെയ്തിട്ടുണ്ട്. വി ക്യാൻ സീ മെനി സ്മോൾ പ്രിസംസ് ഇൻ ദ റിഫ്ലക്ടേഴ്സ് യൂസ്ഡ് ഇൻ മോട്ടോർ സൈക്കിൾസ്. ഡിസ്ക്രൈബ് ദ ബെനിഫിറ്റ്സ് ഓഫ് യൂസിങ് ദം. മോട്ടോർ സൈക്കിൾ ബൈക്കിനകത്ത് ഹെഡ്ലൈറ്റിൽ ചെറിയ കുറേ പ്രിസങ്ങളായിട്ടാണ് റിഫ്ലക്ടേഴ്സ് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടുള്ള ഗുണം എന്ത്? അതിന് ആൻസർ എ ലാർജ് നമ്പർ ഓഫ് സ്മോൾ പ്രിസംസ് ഫിക്സ്ഡ് ഇൻസൈഡ് ദ റിഫ്ലക്ടേഴ്സ്. റിഫ്ലക്ടറിനകത്ത് ഒരുപാട് ചെറിയ പ്രിസങ്ങളായിട്ട്, ആ റിഫ്ലക്ടർ കോൺകേവ് മിറർ പോലിരിക്കും, കുറേ ചെറിയ ചെറിയ പ്രിസങ്ങൾ പോലെയാണ് ഉള്ളത്. വെൻ ലൈറ്റ് ഫോൾസ് ഇൻ ദ റിഫ്ലക്ടർ greater than the critical angle of the glass, total internal reflection occurs. അവിടെ ലൈറ്റ് ഈ റിഫ്ലക്ടറിൽ പതിക്കുമ്പോൾ ലൈറ്റ് ചെരിഞ്ഞ് പതിക്കുന്നത് ആ ഗ്ലാസിൻ്റെ അത് ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും കൂടുതലാണെങ്കിൽ, ഏകദേശം 42 ഡിഗ്രി ആയിരിക്കും അതിൻ്റെ ക്രിട്ടിക്കൽ ആംഗിൾ. ആ ക്രിട്ടിക്കൽ ആംഗിളിനേക്കാളും കൂടുതലായ ആംഗിളിലാണ് ലൈറ്റ് റേ പതിക്കുന്നതെങ്കിൽ അവിടെ അപ്പോൾ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ഉണ്ടാവും. Due to this phenomenon, even a small amount of light will appear brighter. അപ്പോൾ ഇതുകൊണ്ട് ഈ ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ സംഭവിക്കുന്നത് കൊണ്ട് ഒരു ചെറിയ ലൈറ്റ് ആണെങ്കിൽ പോലും അത് കൂടുതൽ റിഫ്ലക്റ്റ് ചെയ്തിട്ട് കൂടുതൽ ബ്രൈറ്റർ ആയിട്ട് തോന്നും. സോ പ്രിസംസ് എൻഹാൻസ് ദ വിസിബിലിറ്റി. അപ്പോൾ ലൈറ്റ് കൂടുതലായിട്ട് റിഫ്ലക്റ്റ് ചെയ്ത് ലൈറ്റ് കൂടുതലായിട്ട് കിട്ടും, അതുകൊണ്ട് തന്നെ വിസിബിലിറ്റി കൂടും. ഇനി അതിലെ 9ാമത്തെ ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദ ടേബിൾ. ആ ടേബിൾ പരിശോധിക്കുക. അപ്പോൾ അവിടെ ഓരോ മീഡിയവും അതിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സും കൊടുത്തിട്ടുണ്ട്. എയറിന് 1.0003 ആണ്, വാട്ടർ 1.33 ആണ്, കെറോസിൻ 1.44 ആണ്, ടർപ്പന്റൈൻ ഓയിൽ 1.47 ആണ്, റൗണ്ട് ഗ്ലാസ് 1.52 ആണ്, ഡയമണ്ട് 2.42 ആണ്. ഇനി ഇതിലെ 3 സബ് ക്വസ്റ്റ്യൻ ABC ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട്. ചൂസ് ദ മീഡിയം വിച്ച് ലൈറ്റ് ഹാസ് ദ ലീസ്റ്റ് സ്പീഡ്. ലൈറ്റിന് ഏറ്റവും കുറവ് സ്പീഡ് എവിടെയാണ്? അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഏറ്റവും കൂടുതലാണെങ്കിൽ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടിയതിന് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലായിരിക്കും, അപ്പോൾ അവിടെ ലൈറ്റിൻ്റെ സ്പീഡ് കുറയും. ഇവിടെ കൊടുത്തിരിക്കുന്നതിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഏറ്റവും കൂടുതൽ ഇവിടെ ഡയമണ്ടിനാണ്, അപ്പോൾ ഡയമണ്ടിനായിരിക്കും ഏറ്റവും സ്പീഡ് കുറവ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ, ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എയർ ഈസ് 3 × 10⁸ മീറ്റർ പെർ സെക്കൻഡ്. വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ കെറോസിൻ? അപ്പോൾ നമുക്ക് ചെയ്ത് നോക്കണം. തേർഡ് ക്വസ്റ്റ്യൻ, വെൻ എ റേ ഓഫ് ലൈറ്റ് എൻഡേഴ്സ് ഒബ്ലിക്വലി ഫ്രം എയർ ടു ഡയമണ്ട്. എയർ റയർ മീഡിയം ആണ്, ടു ഡയമണ്ട് ഡെൻസർ മീഡിയം. വിൽ ദ റിഫ്രാക്റ്റഡ് റേ ഡീവിയേറ്റ് ടുവാർഡ്സ് ദ നോർമൽ ഓർ എവേ ഫ്രം ദ നോർമൽ? ജസ്റ്റിഫൈ യുവർ ആൻസർ. റയർ മീഡിയത്തിൽ നിന്നും ഡെൻസർ മീഡിയത്തിലേക്കാണ് പോകുന്നത്, അപ്പോൾ നോർമലിലേക്ക് അടുക്കുകയാണ് ചെയ്യുക. അപ്പോൾ ഇവിടുത്തെ ആൻസർ ഡീവിയേറ്റ് ടുവാർഡ്സ് നോർമൽ ആണ്. നമുക്കത് പ്രോബ്ലം ചെയ്യാം, ആൻസർ എഴുതാം. ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എയുടെ നമ്മൾ ആൻസർ പറഞ്ഞു, ഡയമണ്ട് ആണ്. ഇനി സെക്കൻഡ് ബി ക്വസ്റ്റ്യൻ, അതിൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കെറോസിൻ്റെ ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N = C/V ആണ്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അല്ല, N നമുക്ക് തന്നിട്ടുണ്ട്, V ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എയർ ഈസ് 3 × 10⁸8 എന്ന് തന്നിട്ടുണ്ട് മീറ്റർ പെർ സെക്കൻഡ്. വാട്ട് ഈസ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ കെറോസിൻ? അപ്പോൾ കെറോസിൻ്റെ വെലോസിറ്റി, അവിടുത്തെ സ്പീഡാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് ഇക്വേഷനെ മാറ്റി എഴുതാം. V = C ഉണ്ട്, ഈ എന്നെ വിനെ അപ്പുറത്തേക്ക് കൊണ്ടുവന്ന് എന്നെ ഇങ്ങോട്ട് ഇടുന്നു, C/N ആണ്. ഈക്വൽ ടു സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ എയർ 3 × 10⁸8 ഡിവൈഡഡ് ബൈ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് കെറോസിൻ നമുക്ക് ടേബിളിൽ തന്നിട്ടുണ്ട് 1.44 ആണ്. 1.4 ഈക്വൽ ടു ഇതിനെ ഡിവൈഡ് ചെയ്താൽ നമുക്ക് 2.08 × 10⁸8 മീറ്റർ പെർ സെക്കൻഡ് എന്ന് കിട്ടും. സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ കെറോസിൻ. ഇനി ഇതിലെ സി ക്വസ്റ്റ്യൻ, ഡിവൈഡ് ടുവാർഡ്സ് ദ നോർമൽ. അപ്പോൾ സി ക്വസ്റ്റ്യൻ ആൻസർ ഡിവൈഡ്സ് ടുവാർഡ്സ് ദ നോർമൽ വെൻ ലൈറ്റ് എൻഡേഴ്സ് ഫ്രം എ റെയർ മീഡിയം ടു ഡെൻസർ മീഡിയം, ദ റിഫ്രാക്റ്റഡ് റേ ബെൻഡ് ടുവാർഡ്സ് ദ നോർമൽ. ഇത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഇവിടെ എയർ ഡെൻസർ റെയർ മീഡിയവും അതുപോലെ
ഡയമണ്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഡയമണ്ട് ഡെൻസർ മീഡിയമാണ്. അപ്പോൾ റെയർ മീഡിയത്തിൽ നിന്നും ഡെൻസർ മീഡിയത്തിലേക്ക് പോകുമ്പോൾ നോർമലിലേക്ക് അടുക്കുന്നു. അപ്പോൾ ബെൻഡ് റിഫ്രാക്റ്റഡ് റേ ബെൻഡ് ടുവേർഡ്സ് ദ നോർമൽ. ഇതിലെ 10th ക്വസ്റ്റ്യൻ. ദ പാത്ത് ഓഫ് ലൈറ്റ് ത്രൂ മീഡിയംസ് എ ബി സി ആൻഡ് ഡി ആർ ഗിവൺ. എ ബി സി ഡി അങ്ങനെ ഓരോ ലെയർ ആയിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. ചൂസ് ദ കറക്റ്റ് ഫിഗേഴ്സ്. അപ്പോൾ അവിടെ തന്നിരിക്കുന്നത് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി ഓഫ് മീഡിയംസ് ആർ ഇൻ ദ ഓർഡർ. എയിൽ നിന്നും ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എയിനേക്കാളും ബിക്ക് കൂടുതലാണ്, സിക്ക് കൂടുതലാണ്, ഡിക്ക് കൂടുതലാണ്. അപ്പോൾ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എയിൽ നിന്നും ഡിയിലേക്ക് പോകുമ്പോൾ കൂടിക്കൊണ്ടായിരിക്കുന്നത്. നമുക്ക് വേണ്ടത് പാത്ത് ഓഫ് ലൈറ്റ് ത്രൂ മീഡിയംസ് എ ബി സി ആൻഡ് ഡി ആർ ഗിവൺ. ഇതിൽ കറക്റ്റ് ഫിഗേഴ്സ് കണ്ടുപിടിക്കുക. നമുക്ക് ഫിഗറിൽ നോക്കിയാൽ പാത്ത് ഓഫ് ലൈറ്റ് ത്രൂ മീഡിയം എ ബി സി ഡി. അപ്പോൾ ഫസ്റ്റ് ഫിഗറിൽ എ ബി സി ഡി താഴേക്ക് പോകും. അപ്പോൾ ഇവിടെ എ ബി സി ഡി ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടി പോവാണ്. അപ്പോൾ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുക എന്ന് പറഞ്ഞാൽ ഡെൻസർ മീഡിയത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ഫിഗറിൽ റെയർ മീഡിയത്തിൽ നിന്നും ഡെൻസർ മീഡിയത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയ മീഡിയത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ലൈറ്റ് റേസ് നോർമലിലേക്ക് അടുക്കുവാണ് വേണ്ടത്. അപ്പോൾ ഫസ്റ്റ് ഫിഗറിൽ ഇത് നോർമലിൽ നിന്ന് അകന്നു പോകുന്നതായിട്ടാണ് കാണുന്നത്. അപ്പം ഒന്നാമത്തെ പടം തെറ്റാണ്. ഇനി രണ്ടാമത്തെ ഫിഗറിൽ നോക്കാം. എ ബി സി ഡി റെയർ മീഡിയത്തിൽ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയ മീഡിയത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. താഴേക്ക് പോകുമ്പോൾ ഡെൻസിറ്റി കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നോർമലിലേക്ക് അടുത്തടുത്താണ് വരേണ്ടത്. അപ്പോൾ ഇവിടെ ഫിഗറിൽ നോക്കുക, ഇവിടുന്ന് നോർമലിലേക്ക് അടുക്കുന്നു, വീണ്ടും ഇതിൽ നോർമലിലേക്ക് അടുക്കുന്നു, ഇത് അടുത്തടുത്താണ് പോകുന്നത്. അപ്പോൾ മുകളിലത്തെ റെയർ മീഡിയവും താഴേക്ക് വരുന്നതും ഡെൻസർ മീഡിയം ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടി വരുന്ന കാര്യമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നോർമലിലേക്ക് അടുത്തടുത്ത് വരണം. അപ്പോൾ രണ്ടാമത്തെ ഫിഗർ ശരിയാണ്. ഇനി മൂന്നാമത്തെ ഫിഗർ നോക്കുക. ഇവിടെ എ ബി സി ഡി തിരിച്ചാണ് ഇട്ടേക്കുന്നത്. ആദ്യം സി ബി പിന്നെ ഡി എ ഇതെല്ലാം ഓർഡർ മാറ്റിയാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് നോക്കാം. സിയിൽ നിന്ന് ബിയിലേക്ക് പോകുന്നു. സിയിൽ നിന്ന് ബിയിലേക്ക് പോകുമ്പോൾ സിയേക്കാളും ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറവാണ് ബിക്ക്. അപ്പം നോർമലിൽ നിന്ന് അകന്ന് പോകാം, കുഴപ്പമില്ല. പക്ഷേ ബിയിൽ നിന്ന് ഡിയിലേക്ക് പോകുമ്പോൾ ബിനേക്കാളും ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലാണ് ഡിക്ക്. അപ്പോൾ നോർമലിലേക്ക് അടുക്കുവാണ് വേണ്ടത്. പക്ഷേ ഇവിടെ നോർമലിൽ നിന്ന് അകന്നാണ് പോകുന്നത്. അതുപോലെ ഡിയിൽ നിന്നും എയിലേക്ക് പോകുമ്പോൾ ഡിക്ക് ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടുതലാണ്, എക്ക് കുറവാണ്. ഇവിടെ നോർമലിൽ നിന്ന് അകന്നാണ് പോകുന്നത്. പക്ഷേ ഇവിടെ ഈ ബിയിൽ നിന്നും ഡിയിലേക്ക് പോകുമ്പോൾ അവിടെ ഒരു തെറ്റുണ്ട്. ബി ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറഞ്ഞ മീഡിയവും ഡി ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയ മീഡിയവുമാണ്. അപ്പോൾ ഇവിടെ നോർമലിൽ നിന്ന് അകന്നു പോകുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ മൂന്നാമത്തെ ഫിഗറും തെറ്റാണ്. ഇനി നാലാമത്തെ ഫിഗർ. എയിൽ നിന്നും സിയിലേക്ക് പോകുമ്പോൾ നോർമലിലേക്ക് അടുക്കുന്നു. എ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറഞ്ഞ മീഡിയം, സി ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയ മീഡിയമാണ്. നോർമലിലേക്ക് അടുക്കാം, കുഴപ്പമില്ല. ഇനി സിയിൽ നിന്നും ബിയിലേക്ക് പോകുമ്പോൾ സി ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയ മീഡിയവും ബി ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറഞ്ഞ മീഡിയമാണ്. അപ്പോൾ നോർമലിൽ നിന്നും അകന്നു പോകും. ഇനി ബിയിൽ നിന്നും ഡിയിലേക്ക് പോകുമ്പോൾ ബി ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറഞ്ഞ മീഡിയവും ഡി ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയ മീഡിയമാണ്. അപ്പോൾ നോർമലിലേക്ക്. നാലാമത്തെ ഫിഗർ ശരിയാണ്. ഇനി അഞ്ചാമത്തെ, സിയിൽ നിന്നും ബിയിലേക്ക് പോകും. അപ്പോൾ സി ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയ മീഡിയമാണ്. ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയ മീഡിയത്തിൽ നിന്നും കുറഞ്ഞ മീഡിയത്തിലേക്ക് പോകുന്നു, നോർമലിൽ നിന്ന് അകന്നു പോകും. ഇനി ബിയിൽ നിന്ന് ഡിയിലേക്ക് പോകും. ബി ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറഞ്ഞ മീഡിയവും ഡി ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയ മീഡിയമാണ്. അപ്പോൾ നോർമലിലേക്ക് അടുക്കും, അതും ശരിയാണ്. ഇനി ഡിയിൽ നിന്നും എയിലേക്ക് പോകുമ്പോൾ ഡി ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കൂടിയ മീഡിയത്തിൽ നിന്നും എ ഒപ്റ്റിക്കൽ ഡെൻസിറ്റി കുറഞ്ഞ മീഡിയം റെയർ മീഡിയത്തിലേക്ക് പോകുന്നു. അപ്പോൾ നോർമലിൽ നിന്നും അകന്നു പോകും. അപ്പോൾ രണ്ടാമത്തെയും നാലാമത്തെയും അഞ്ചാമത്തെയും ഫിഗറാണ്. രണ്ടാമത്തെ, നാലാമത്തെ, അഞ്ചാമത്തെ ഫിഗർ ശരിയാണ്. അതുപോലെ ഒന്ന്. ഇനി ഇതിൻ്റെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 11ാമത്തെ ക്വസ്റ്റ്യൻ. സ്പീഡ് ഓഫ് ലൈറ്റ് in ethanol is lesser than that in methanol. Which medium has lower refractive index? Speed of light in ethanol is lesser than speed of light in methanol. അപ്പോൾ എത്തനോളിൽ കുറവും മെത്തനോളിൽ കൂടുതലുമായിരിക്കും. അപ്പോൾ മെത്തനോളിന് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ്
കുറവായിരിക്കും, എത്തനോളിന് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുതലായിരിക്കും. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൂടുമ്പോൾ ലൈറ്റിൻ്റെ സ്പീഡ് കുറയും. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവാണെങ്കിൽ ലൈറ്റിൻ്റെ സ്പീഡ് കൂടണം. മെത്തനോൾ ഹാസ് ലെസ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ബിക്കോസ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഈസ് ഗ്രേറ്റർ ഇൻ മെത്തനോൾ. മെത്തനോളിൽ സ്പീഡ് ഓഫ് ലൈറ്റ് മെത്തനോളിൽ കൂടുതലാണ്. മെത്തനോളിലാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവ്.